നമസ്കാരം. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഹിയറിംഗ് സംബന്ധമായ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗ് ഏകദേശമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് സിസ്റ്റത്തിൽ കാണിക്കുന്ന ചെറിയൊരു കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളതുകൊണ്ട് ആധാർ കാർഡ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. എന്താണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്നുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുമ്പോഴാണ് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തുന്നത്. അതിനെയാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത്, അതായത് നിങ്ങൾ മാപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കളുടെ വിവരങ്ങളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള പ്രായത്തിന്റെ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് 15 വയസ്സെങ്കിലും അവർ തമ്മിൽ അകലം കാണണം. അതായത് 15 വയസ്സിൻ്റെങ്കിലും വ്യത്യാസം കാണണമെന്ന്, വോട്ടറുടെ 15 വയസ്സിൻ്റെ വ്യത്യാസം കാണിക്കണമെന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. രണ്ടാമതുള്ള കേസ്, നിങ്ങൾ മുത്തച്ഛനെയും മുത്തശ്ശിയോ വല്ലതും ആണ് ബന്ധുവായിട്ട് മാപ്പിംഗ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രായത്തിൻ്റെ വ്യത്യാസമാണ്. അതൊരു 40 വയസ്സ് ആയിരിക്കണമെന്നുള്ളതാണ് സിസ്റ്റം പറയുന്നത്. അതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയും ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ പെടുത്തി BLO നിങ്ങളെ വിളിക്കാറുണ്ട്. അത് സിസ്റ്റം തന്നെ എറർ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒത്തിരിയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം പല കേസുകൾ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെസ്സേജ് വന്നപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീടാണ് ഓരോ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് കൊടുത്തവർ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിലും BLO നിങ്ങളെ വിളിക്കും. അത് ശരിയായ രീതിയിലുള്ളൊരു രേഖകൾ നിങ്ങൾ ഹാജരാക്കിയാൽ BLO അത് അപ്ലോഡ് ചെയ്ത് അത് പ്രശ്നം പരിഹരിക്കുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഉള്ള ഒരു ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്, അത് ഒരു വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ മാപ്പിങ്ങിനായിട്ട് അവർ ചേർത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരു 6 പേരിൽ കൂടുതൽ ആയിട്ടുള്ളവർ, അതായത് ഒരേ വ്യക്തിയെ തന്നെ മാപ്പ് ചെയ്യാൻ വേണ്ടി 6 പേരും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം അതൊരു റെഡ് കളറിൽ അത് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഒത്തിരി കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിക്ക വീടുകളിലും ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ 4-5 പേര് കാണും. ബാക്കിയുള്ളവർ എല്ലാവരും ഒരാളുടെ തന്നെ വോട്ടർ ID-യുടെ വിവരങ്ങളായിരിക്കും കൊടുത്തിരിക്കുന്നത് മാപ്പ് ചെയ്യാൻ വേണ്ടി. 2002 അദ്ദേഹം വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പേര് കൊടുത്തവരുണ്ട്. അതൊരു 6 പേര് കൂടാൻ പാടില്ല. അങ്ങനെയുള്ള കേസുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി മെസ്സേജ് വന്നായിരുന്നു. പക്ഷെ നമുക്കത് ആദ്യം മനസ്സിലായില്ല. അവർ മെസ്സേജ് അയച്ചപ്പം അവർ പറയുന്നത് ഞങ്ങളുടെ 2002 വോട്ടർ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും BLO ഇപ്പോൾ അത് ഇതാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ആദ്യം നമുക്കത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു മിസ്റ്റേക്കും കൂടെ അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് കാര്യം. ഇതൊന്നും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരം ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് സിസ്റ്റമാണ് നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു സംഭവം കൂടെ അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത്. നമുക്കറിയാമല്ലോ, മിക്ക വീടുകളിലും 5-6 കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം ഒരേ വ്യക്തികളെ തന്നെ 2002 അല്ലെ മുത്തച്ഛനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിരുന്നു കൊടുത്തിരുന്നത്. ആ ഒരു മിസ്റ്റേക്ക് ഉള്ളവരെയും കൂടെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ പെടുത്തി BLO വിളിക്കാറുണ്ട്. അപ്പം അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങളെ ഒരു ജസ്റ്റ് BLO ഒരു വെരിഫിക്കേഷന് വേണ്ടി വരുന്നു. എന്നിട്ട് നിങ്ങളെ ശരിയായ രേഖകൾ ഹാജരാക്കി, അസൻസ് ബുക്ക്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രേഖകൾ ഹാജരാക്കി നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് കയറാവുന്ന കേസേ ഉള്ളൂ. അങ്ങനെയുള്ള കേസുകൾ BLOയ്ക്ക് തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പരിഹരിക്കാവുന്ന കേസേ ഉള്ളൂ. അത് ഹിയറിങ്ങിന് നിങ്ങളെ ചിലപ്പോൾ വിളിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിയറിങ് മെയിനായിട്ടും മാപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് കൂടുതലും വിളിക്കുന്നത്. അല്ലാത്ത കേസുകൾ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇവ തമ്മിലുള്ള വ്യത്യാസം, അത് എപ്പിക് നമ്പറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, എഴുതി കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, അങ്ങനെയുള്ള പൊരുത്തക്കേടുകളും സിസ്റ്റം കണ്ടുപിടിച്ചിട്ട് അതും ഇപ്പം ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ പെടുത്തി വരാറുണ്ട്. അതും ശരിയായ രേഖകൾ BLO വന്ന് നിങ്ങളുമായിട്ട് കളക്ട് ചെയ്ത് അതും BLO അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതും ശരിയാകാറുണ്ട് അങ്ങനത്തെ കേസുകളും. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. ഹിയറിങ്ങിന് നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഹിയറിങ്ങിന് നിങ്ങൾ ഹാജരാകുക തന്നെ വേണം. അതിൽ മാറ്റം വരുന്നില്ല. ഈ അല്ലാതെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലൊക്കെ ഉള്ളത് BLOയ്ക്ക് തന്നെ വെരിഫൈ ചെയ്ത് ഒരു BLO തന്നെ അതൊരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയതിൻ്റെ ഒരു ഇതും കൂടെ സമർപ്പിച്ച് അത് അപ്ലോഡ് ചെയ്ത് കയറ്റിവിടുന്നതാണ്. BLOയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രത്യേക പോർട്ടൽ ലഭ്യമാണ്. അപ്പോൾ അതുവഴി അത് കയറ്റിവിട്ട് അതൊക്കെ ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ജനുവരി
3-ാം തീയതി വരെ ഉള്ളൂ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിൻ്റെ ഇത് അവസാന തീയതി ഉള്ളൂ. ഫെബ്രുവരി 21-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത്. ഈ 23-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾ എല്ലാവരും കൊടുക്കാനുള്ള ഒരു പുതിയ ഫോമുകൾ കൊടുക്കുക. അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുക. ഈ 23-ാം തീയതിക്ക് മുമ്പ് കൊടുക്കുന്ന കേസുകൾ മാത്രമേ അന്തിമ വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് വരത്തുള്ളൂ. ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതും കൂടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, ഇത് കഴിഞ്ഞാണേലും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കത്തില്ല എന്ന്. തീർച്ചയായിട്ടും അങ്ങനെയും പേര് ചേർക്കാം, പിന്നീട് പേര് ചേർക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെയും നമുക്കറിയാമല്ലോ, അത് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞേ ഉള്ളൂ ഇലക്ഷന്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ സമയത്തിനോട് മുന്നോടിയായിട്ടായിരിക്കും വീണ്ടും ഇതുപോലെ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുക, തെറ്റുകൾ തിരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് അത് അറിയിക്കുന്നതാണ്. ആ സമയത്തെ പിന്നീട് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരോടും ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ വേണ്ടി നമ്മളാണെങ്കിലും വീഡിയോയിലൂടെ കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹിയറിങ്ങിന് നോട്ടീസ് ലഭിക്കുന്നവർ വിആർഒയുടെ മുന്നിലാണ് ഹിയറിങ്ങിന് ചെല്ലേണ്ടത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ആരെങ്കിലും ഓഫീസേഴ്സ് ആയിരിക്കും അവിടെയുള്ളത്. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ വിളിപ്പിക്കുന്നത്. നിങ്ങളുടെ രേഖകൾ ഹാജരാക്കി നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അവർക്കത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ആ സിസ്റ്റത്തിൽ കയറ്റിവിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും അവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അവിടെ വിളിപ്പിക്കുന്നത് നിങ്ങളിപ്പം പേരിലെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ പഴയ ആൾക്കാരുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ രേഖകൾ ഹാജരാക്കി നിങ്ങൾ ഇന്നയാളാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ അവിടെ സാധിക്കണം. അതിന് നിങ്ങൾ രേഖകൾ കൊണ്ടുപോവുക. എല്ലാ രേഖകളും നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവർ ആവശ്യപ്പെടുന്നത് വെച്ച് കാണിച്ച് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ വോട്ട് ലിസ്റ്റ് പേര് അർഹനാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ സിസ്റ്റത്തിൽ കയറ്റിവിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നുള്ളൂ. അങ്ങനെയാണ് മിക്ക കേസുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്താരും പേടിക്കണ്ട. അതുപോലെ തന്നെ ഹിയറിങ്ങിന് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. പോയി ഈ ഹിയറിങ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ വോട്ട് ലിസ്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.